പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിൻ്റെ ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം എൻ്റെ 32-ാമത്തെ വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് ഓടി വന്നത് റോമാലേഖന വ്യാഖ്യാനത്തിലെ ഒരു ഭാഗമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഈ 8-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ, ഒരു കടയിൽ ചെന്ന് ഒരു വാച്ച് വാങ്ങിയാൽ ആ വാച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട് ആ വാച്ചുടയവൻ, ആ കടയുടമസ്ഥൻ നമുക്ക് ആ വാച്ച് തന്നുവിടുമ്പോൾ ആ വാച്ച് മാത്രമായിട്ടല്ല തന്നുവിടുന്നത്, ആ വാച്ച് സൂക്ഷിച്ച് അടച്ചു വെച്ചിരുന്ന അതിൻ്റെ കവർ അഥവാ പെട്ടിയും കൂടെ തരും. അല്ല, വാച്ച് മാത്രമായിട്ടല്ല തന്നുവിടുന്നതെന്ന് ഞാൻ ഈ വേദപുസ്തക വ്യാഖ്യാന ഭാഗത്ത് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടനുബന്ധമായി നമ്മൾ ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? അത് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ വചനം നിൻ്റെ ജീവിതത്തിനകത്ത് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് ഏൽപ്പിക്കണം. പിതാവായി ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ആദരിക്കാതെ ഈ ലോകത്തിൽ മാനകുലത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രൂശിൽ മരിക്കണമെന്നുള്ളത് ദൈവനിശ്ചയവും ദൈവഹിതവും പ്രവാചക വാക്യങ്ങളുമായതുകൊണ്ട് പിതാവ് തൻ്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുക മാത്രമല്ല, യേശു ഈ ഭൂമിയിൽ വന്ന് മാനകുലത്തിന് മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് വേണ്ടി ജീവൻ തന്ന, മരണം കൊണ്ട് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ച ദൈവം അവരോടുകൂടെ സകലവും നൽകാതിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏത് സാഹചര്യമായിരുന്നാലും നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചുവെന്ന്. അതേ, നമ്മുടെ കർത്താവ് നിൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ അറിഞ്ഞ്, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അറിഞ്ഞ് നിന്നെ താങ്ങി നിർത്തുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായിരിക്കുന്ന മകനെ നീ മോറിയ മലയിൽ എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിൽ ലഭിച്ചതാണ് തൻ്റെ പുത്രനായിരിക്കുന്ന ഇസഹാക്ക്. അപ്പം ദൈവം പറയുക, അബ്രഹാമേ, അവനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ. ദൈവവാക്ക് കേട്ട് അബ്രഹാം മുമ്പും പിമ്പും ചിന്തിക്കാതെ തൻ്റെ ഭാര്യയോടോ വീട്ടിലുള്ളവരോടോ തൻ്റെ ദാസന്മാരോടോ ഒന്നും ചോദിക്കാതെ തൻ്റെ ഏകജാതനായിരിക്കുന്ന ഇസഹാക്കിനെയും കൂട്ടി, ബാലിക്കാരെയും കൂട്ടി, വിറകുമെടുത്ത് കത്തിയുമെടുത്ത് തീയൊക്കെ എടുത്ത് അവർ യാത്ര ചെയ്തു. 3 ദിവസം വഴി നടന്ന് അവർ മോറിയാമല കണ്ടു. ബാലിക്കാരെ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഞാനും മോനും കൂടെ പോയി യാഗം കഴിച്ചിട്ട് വരാം. അങ്ങനെ അബ്രഹാമും ഇസഹാക്കും കൂടെ മോറിയാമലയിൽ ചെന്ന് യാഗപീഠം ഒരുക്കി. ഹല്ലേലൂയ. ആ യാഗപീഠത്തിന്മേൽ തൻ്റെ ഏകജാതനായ, താൻ ഓമനിച്ച് ലാളിച്ച് വളർത്തിയ തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായി കത്തിയെടുത്ത് വെട്ടുവാൻ ഒരുങ്ങിയപ്പോൾ സ്വർഗം സംസാരിച്ചു, അബ്രഹാമേ, അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവെക്കരുത്. അബ്രഹാം ആമേലിയ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആമേലിയ ഒരു ആട്ടിൻകുട്ടിയെ കൊമ്പ് കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. അങ്ങനെ അബ്രഹാം ആട്ടിൻകുട്ടിയെടുത്ത് തൻ്റെ മകന് വേണ്ടി യാഗം കഴിച്ചു. അതേ പ്രിയ സ്നേഹിത, അബ്രഹാമിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ കരുതിയ ദൈവം നിനക്ക് വേണ്ടി സകലവും നൽകാതിരിക്കുമോ? അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിലെ ക്ലേശമേറിയ അനുഭവങ്ങളുടെ നടുവിൽ നീ തകർന്ന് താളടിയായി മാറാതെ നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യുന്ന ദൈവമുണ്ട്. രക്തം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ പത്രോസും കൂടെയുള്ളവരും ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവരുടെ പടകും വലയും ശൂന്യമായി മാറിയപ്പോൾ യേശു ആ പടകിൽ കയറിയിരുന്നിട്ട് പത്രോസിന് പറഞ്ഞു, ആഴത്തിലേക്ക് വല വീശുവിൻ.
പത്രോസ് യേശുവിൻ്റെ വാക്ക് കേട്ട് ആഴത്തിലേക്ക് വല വീശിയപ്പോൾ ഒരു വലിയ പെരുത്ത മീൻകൂട്ടം പത്രോസിൻ്റെ വലയിലകപ്പെട്ടുവെന്ന് നമുക്ക് ഹല്ലേലൂയ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം വായിക്കും കാണാൻ കഴിയും. അത് ദൈവം നമ്മെ അനാഥനായി വിടത്തില്ല. ദൈവം നമ്മെ കൈവിട്ട് കളയത്തില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നൽകാതിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ സങ്കടങ്ങളുടെ നടുവിലും ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഇന്ന് പകൽ ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ ഹല്ലേലൂയ വിവിധ സ്ഥലങ്ങളിൽ കഷ്ടം സഹിക്കുന്നവരുണ്ട്, നൊമ്പരപ്പെടുന്നവരുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ യേശു വിശ്വസ്തനാണ്. അവൻ നമുക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളുമെന്ന് 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നുണ്ട്. അതേ നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിനെ ഏൽപ്പിക്കുക, അവൻ അത്ഭുതങ്ങളെ ചെയ്യും. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടതകൾ, കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ദുഃഖങ്ങളും കണ്ണുനീരുകൾ കൊണ്ട് നിറയപ്പെട്ടതാണ് മനുഷ്യൻ്റെ ജീവിതം. ഏത് സമയത്തും നമുക്ക് നിരാശയും സങ്കടങ്ങളും ഒറ്റപ്പെടലും കടന്നു വരാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്ന ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും അറിയുന്നവനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളും അറിയുന്നവൻ യേശുവാണ്. നിൻ്റെ ജീവിതത്തിലെ A to Z കാര്യങ്ങൾ അറിയുന്നവൻ യേശുവാണ്. നിൻ്റെ സകല കുറവുകളും അറിയുന്നവൻ യേശുവാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിനക്കായിട്ട് ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഞാൻ ഈ കടൽക്കരയിലൊക്കെ സുവിശേഷം എന്ന് പറയുമ്പോൾ അനവധി ആളുകൾ ഈ കടൽക്കരയിലുണ്ട്. ചിലർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഞാൻ ഈ മെസ്സേജൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ പലരും വന്നവരോട് ചോദിക്കും, എന്താണ് ജോലി, എന്താണ് ചെയ്യുന്നത്, എന്താണ് വിളിച്ചു പറഞ്ഞതെന്ന്. അങ്ങനെ ഒരു സാഹചര്യം പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ അവരോടൊക്കെ ഈ സത്യസുവിശേഷത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ അവർ കേൾക്കുന്നത് ഒരുപക്ഷെ ആ സമയങ്ങളിലായിരിക്കും. അപ്പോൾ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങളെയൊക്കെ അവർ പങ്കുവെക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കൾ എത്രമാത്രം കഷ്ടതയിലൂടെ കടന്നുപോയാലും താങ്കളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാണ്. കടക്കിണിയിലാണെങ്കിലും സാമ്പത്തിക ഞെരുക്കമാണെങ്കിലും ഒറ്റപ്പെട്ട അനുഭവങ്ങളായിരുന്നാലും എന്തായിരുന്നാലും നീ ഭാരപ്പെടേണ്ട. ഒരു ജോലിക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ ഹല്ലേലൂയ ജീവിതത്തിൽ മുന്നേറുവാൻ ഏതെങ്കിലും പരീക്ഷകളിൽ കടന്നുപോയി നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. അതിൻ്റെ നടുവിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തനായ ദൈവമുണ്ട്. അതേ നിനക്ക് ഹല്ലേലൂയ യേശുവിൽ വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? താവേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവം അവരോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും അങ്ങേക്ക് കഴിയും, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സങ്കടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, കണ്ണുനീരുകൾ എല്ലാം മാറി കർത്താവേ അവർക്ക് ആശ്വാസം, സമാധാന, സ്വസ്ഥത കൊടുക്കണമേ. നിരാശപ്പെട്ടു പോകാതെ പ്രത്യാശയുള്ള ജീവിതത്തിൽ സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നിത്യജീവിതേണ്ടി ഒരുങ്ങുവാൻ ഈ ജനത്തെ ഒരുക്കണമേ. എല്ലാ ദുഃഖങ്ങളും മാറിപ്പോട്ടെ, സങ്കടങ്ങളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.